നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കിളിയൂരിൽ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ വീട്ടുകാർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഈ രാത്രിയിൽ ചിലപ്പോഴൊക്കെ പ്രജിൻ വാഹനമെടുത്ത് പുറത്തു പോകാറുണ്ട് എന്നും കുടുംബം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞേ പ്രജിൻ വീട്ടിൽ മടങ്ങി വരികയുള്ളായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ വെളിപ്പെടുത്തൽ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവരെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും മാതാവ് സുഷമ വെളിപ്പെടുത്തി. ഇക്കാരണത്താൽ പ്രജിൻ്റെ മുറിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു വിവരവും തങ്ങൾ അറിഞ്ഞിരുന്നില്ലെന്നും അമ്മ വേദനയോടെ പറയുന്നു. പ്രജിൻ്റെ മേശപ്പുറത്ത് കറുപ്പ് നിറത്തിലുള്ള വിചിത്രങ്ങളായ പ്രതിമകളും പ്രത്യേകതരം ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. എന്തായാലും പ്രജിൻ ഈ രാത്രിയിൽ എവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, കുടുംബത്തിൻ്റെ പ്രധാന ആവശ്യം ഈ പ്രജിൻ്റെ മൊബൈൽ ഫോണ് പരിശോധിച്ച്, അതായത് ഈ സാത്താൻ സേവ പോലുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ടെന്നും മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് പരിഹാരം കണ്ടെത്തണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രജിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വ്യക്തത മൊബൈൽ ഫോണിൽ നിന്നും തെളിവുകൾ കിട്ടും എന്നാണ് കരുതുന്നത്. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും സ്വന്തമായി പൂർണ്ണമായും നീക്കം ചെയ്ത് മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്നു. മകൻ പ്രജിൻ ജോസിന്റെ സ്വഭാവത്തിലെ മാറ്റം പേടിച്ചായിരുന്നു താനും ഭർത്താവും കഴിഞ്ഞിരുന്നതെന്നും അമ്മ സുഷമകുമാരി കഴിഞ്ഞ ദിവസം നടക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. മുറിയിൽ നിഗൂഢമായ ജീവിതമായിരുന്നു ഇയാൾ ജീവിച്ചിരുന്നത്. ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കാത്തത് മാനസികമായി പ്രജിനെ തളർത്തി. 1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കൊച്ചിയിൽ സിനിമാ പഠനം, അതും ഒരു കരയ്ക്ക് എത്തിയില്ല. ഇതിനുശേഷമായിരുന്നു പ്രജിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായത്. പള്ളിയിൽ പോകാൻ മടി കാട്ടാറുണ്ടായിരുന്നു. എപ്പോഴും മുറി അടച്ചിരിക്കുന്നത് പതിവാക്കിയിരുന്നു. മുറിയിലേക്ക് ആരെയും ഇയാൾ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് കുടുംബം നടത്തിയിരിക്കുന്നത്. പ്രജിൻ്റെ മുറിയിലെ ബാത്റൂമിനുള്ളിലാണ് രോമങ്ങൾ കൂട്ടിയിട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. നെയ്യാറ്റിൻകര തൊഴുക്കൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ എന്ന് വെള്ളറ പോലീസ് വ്യക്തമാക്കി. ജോസിനെ കൊന്നത് അതിക്രൂരമായി എന്നാണ് ഭാര്യ സുഷമ നൽകിയിരിക്കുന്ന മൊഴി. ജോസിനെ ആക്രമിച്ച സമയം മുതൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രജിൻ ആരോടും സംസാരിച്ചിരുന്നില്ല. ജോസിനെ കൊന്നതിന് ശേഷം പ്രജിൻ ആദ്യമായി സംസാരിച്ചത് അച്ഛൻ്റെ സഹോദരൻ ജയനോടായിരുന്നു. അങ്കിളെ, ഞാൻ എൻ്റെ അപ്പനെ കൊന്നു എന്നായിരുന്നു പ്രജിൻ്റെ പ്രതികരണം. 2014 പ്രജിൻ മെഡിക്കൽ പഠനത്തിനായി ചൈനയിലെ വുഹാൻ സിറ്റിയിലെത്തിയത്. കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയായിരുന്നു ചൈനയിൽ പോയത്. എന്നാൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പ്രജിൻ നാട്ടിലേക്ക് മടങ്ങി. അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനെന്ന ഫീസ് ഏജൻസി വഴി അടച്ചു. പക്ഷേ അത് കോളേജിന് കിട്ടില്ലെന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. ഏജൻസിക്കെതിരെ DGPക്കും SP-ക്കും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പ്രജിൻ പരാതി നൽകി. കഴിഞ്ഞ 7 വർഷത്തിലധികമായി തങ്ങൾ മകൻ പ്രജിനെ ഭയന്നാണ് ജീവിച്ചതെന്നാണ് അമ്മ സുഷമ വെളിപ്പെടുത്തിയത്. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയ ശേഷമായിരുന്നു പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിയിൽ നിന്നും ഓം പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നുവെന്നും മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും സുഷമ വ്യക്തമാക്കി. കൊലപാതകത്തിന് ശേഷമാണ് ബ്ലാക്ക് മാജിക് ആണെന്ന് അറിഞ്ഞതെന്നും അവർ കഴിഞ്ഞ ദിവസം വേദനയോടെ വെളിപ്പെടുത്തിയിരുന്നു. ഫെബ്രുവരി 5 ബുധനാഴ്ച രാത്രി 9:45 ഹാളിലെ സോഫയിൽ ഉറങ്ങിക്കിടന്ന ജോസിന്റെ കഴുത്തിൽ മകൻ വെട്ടിയത്. ഈ കാഴ്ച അമ്മ സുഷമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭർത്താവിനെ രക്ഷിക്കാൻ കഴിയാതെ ബോധരഹിതയായി സുഷമ നിലത്തു വീണു. പ്രാണരക്ഷാർത്ഥം അടുക്കള വഴി പുറത്തേക്കോടി രക്ഷപ്പെടാൻ ജോസ് ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. 24 വെട്ടുകളാണ് സ്വന്തം മകൻ അച്ഛനെ വെട്ടിയത്. ഒടുവിൽ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രജിൻ വെള്ളറട പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. നിലവിൽ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രതി. ഈ മാസം 5-നാണ് അതിക്രൂര കൊലപാതകം നടന്നത്. വെട്ടുകത്തിക്കൊണ്ട് തലയിൽ വെട്ടിയാണ് പ്രജിൻ പിതാവിനെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മരണം ഉറപ്പിക്കാൻ പ്രജിൻ പിതാവിന്റെ കഴുത്തറുക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം അനുവദിക്കാത്തതിനാലാണ് പിതാവിനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു പ്രജിൻ പോലീസിനോട് പറഞ്ഞത്. പിന്നാലെ മുറിക്കുള്ളിൽ കണ്ട ഈ കാഴ്ചയൊക്കെ വളരെ ദുരൂഹത ഉയർത്തുകയാണ്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.